വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ KTU എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് 2024 സ്കീമിൻ്റെ ലാസ്റ്റ് നടന്ന സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 3 വരെയുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചാനലിട്ടിട്ടുണ്ട്. മൊഡ്യൂൾ 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ സോൾവ് ചെയ്യുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. എ സ്പിയർ വിത്ത് എ 60 mm diameter is resting centrally on the top of a square block with a 70 mm side and 20 mm thickness. Draw the isometric projection of the combination of the solids. ഓക്കെ, നമ്മൾ ഒരുപാട് വട്ടം ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് സ്ക്വയർ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു സ്പിയർ റെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബേസ് സ്പിയർ വരയ്ക്കാം. നമുക്കറിയാം സ്ക്വയർ ബ്ലോക്കിൻ്റെ സൈഡ് തന്നിട്ടുണ്ട്, ഹൈറ്റ് അല്ലെങ്കിൽ സൈഡും തിക്നെസ്സും തന്നിട്ടുണ്ട്. ഓക്കെ, ഹൈറ്റിന് വേറെ തിക്നെസ്സാണ് തന്നിരിക്കുന്നത്. സ്പിയറിൻ്റെ ഡയമീറ്റർ 30 mm, സ്ക്വയറിൻ്റെ സൈഡ് 70 mm ആണ്. ഓക്കെ, വലിയൊരു സ്ക്വയർ പ്രിസമാണ്. നമുക്ക് നേരെ ബേസ് സ്പിയർ വരയ്ക്കാം. സ്പിയറിൻ്റെ ഡയമീറ്റർ 60. ഡയമീറ്റർ 60 വരയ്ക്കാൻ പറ്റിയ സ്പേസ് നമുക്ക് വിടണം. ഓക്കെ, എക്സെല്ലാം വരച്ചു. ഫസ്റ്റ് നമുക്ക് സ്ക്വയർ വരയ്ക്കാം. സ്ക്വയർ പുസ്തകത്തിൻ്റെ മുകളിലാണ് സ്പിയർ ചെയ്യുന്നത്. സ്ക്വയറിൻ്റെ സൈഡെന്ന് പറഞ്ഞാൽ 70 mm സൈഡാണ്, 20 mm തിക്നെസ്. ഓക്കെ, 70 mm സൈഡെന്ന് പറയുമ്പോൾ അത്യാവശ്യം വലിയൊരു സ്ക്വയർ പുസ്തകം തന്നെയാണ്. ഈ സ്ക്വയറിൻ്റെ ടോപ്പ് കംപ്ലീറ്റ് ആയി. then ഇതിൻ്റെ സെൻറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അത് സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം സർക്കിൾ വരയ്ക്കാൻ പോയാൽ കുറച്ചുകൂടെ പാടായിരിക്കും. അപ്പോൾ എപ്പോഴും ആദ്യം സ്ക്വയർ വരയ്ക്കാം, ലൈൻ സെൻറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 30 mm ആണ്. ഡയമീറ്റർ 60, റേഡിയസ് 30 mm ആണ് തന്നിരിക്കുന്നത്. ഈ കേസിൽ സർക്കിളും വിസിബിൾ ആയിരിക്കും, സ്ക്വയർ സ്ലാബിൻ്റെ സൈഡ്സും വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ രണ്ടും ഡാർക്കായിട്ട് വരച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് കംപ്ലീറ്റ് ആയി. നമുക്ക് നേരെ തന്നെ ഫ്രണ്ട് വ്യൂയിലേക്ക് പോവാം. ഫ്രണ്ട് വ്യൂയിൽ വരുന്നത് ഫസ്റ്റ് സ്ക്വയർ പ്രിസമാണ്. അപ്പോൾ സ്ക്വയർ പ്രിസത്തിൻ്റെ ലിമിറ്റ് അല്ലെങ്കിൽ സ്ക്വയർ സ്ലാബിൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. then അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 20 mm ആണ് അതിൻ്റെ തിക്നെസ് പറഞ്ഞേക്കുന്നത്. ഇവിടെ നേരെ 20 mm മുകളിലേക്ക് ഓക്കെ, 20 mm മുകളിൽ സ്ക്വയർ സ്ലാബ് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ദെൻ സർക്കിളിൻ്റെ സെൻറ്റർ എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, ദെൻ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 30 mm ആണ്. അപ്പോൾ ഇവിടെ നേരെ 30 mm മുകളിൽ സർക്കിളിൻ്റെ സെൻറ്റർ കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം.
ഈ പോയിന്റ് ടച്ച് ചെയ്തിട്ട് വേണം പോകാൻ. 30 മുകളിൽ സെൻറ്റർ മാർക്ക് ചെയ്തു. ദെൻ ഇത് സെൻറ്റർ ആക്കിക്കൊണ്ട് ഈ റേഡിയസിലാണ് നമുക്ക് സ്പിയറിൻ്റെ ഫ്രണ്ട് വ്യൂ സർക്കിൾ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇത്രയും വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ബേസ് ഫിഗർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, then അടുത്തത് നമുക്കിതിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കേണ്ടി വരും. നമുക്കറിയാം ആംഗിള് 15 ഡിഗ്രി 45 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഐസോമെട്രിക് സ്കെയിലാണ്, ഐസോമെട്രിക് ട്രയാങ്കിൾ. ഇതിന് സെപ്പറേറ്റ് മാർക്ക് സ്കീമിൽ വരാറുണ്ട്. അതുകൊണ്ട് പ്രൊജക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി നേരെ നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അതിന് വേണ്ടത് ജസ്റ്റ് ഈ ടോപ്പി ഒന്ന് ബോക്സിലാക്കുക. അവിടെ ബോക്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ബോക്സ് ആണ്, കാരണം സ്ക്വയർ ആണ് നമുക്ക് വരയ്ക്കാൻ. അതുകൊണ്ട് ബോക്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി 1 2 3 4 നമ്മളൊരു പേര് കൊടുത്തു. നമുക്കറിയാം 1 2 2 3 3 4 4 1 എല്ലാം ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്. അപ്പോൾ നമ്മൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയാലും വ്യൂ ആയാലും വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻസ് എല്ലാം 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വേണം വരയ്ക്കാമെന്നറിയാം. ഫസ്റ്റ് നമ്മളൊരു റെഫറൻസ് പോയിന്റ് ലൈൻ മാർക്ക് ചെയ്തു. അവിടെ നമ്മൾ 1 എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തു. നമുക്കറിയാം രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി, എല്ലാം ഹൊറിസോണ്ടലായതുകൊണ്ട് രണ്ട് സൈഡിലേക്കും 30 ഡിഗ്രി ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇവിടെ 1 2ൻ്റെ ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. 1 2 ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുമ്പോൾ 1 2ൻ്റെ ഐസോമെട്രിക് ലെങ്ത് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 1 2ൻ്റെ ലെങ്ത് കോമ്പസിൽ എടുത്തുകൊണ്ട് നമ്മൾ ഐസോമെട്രിക് സ്കെയിലിൽ പോയിട്ട് 1 2 മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ 7 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെ എടുത്ത് ഐസോമെട്രിക് ട്രയാങ്കിൾ വരച്ചേക്കുന്നത്, കാരണം അതാണ് നമ്മുടെ മാക്സിമം നമുക്ക് അറിയുന്നതുകൊണ്ട് അതാണ് എടുത്തത്. അപ്പോൾ ഈ ലെങ്ത് തന്നെയായിരിക്കും അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് ആയിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് നേരെ ആ ലെങ്ത് ഇവിടെ കൊണ്ട് മാർക്ക് ചെയ്യാം. സെയിം ലെങ്ത് ആയിരിക്കും, സ്ക്വയർ ആയതുകൊണ്ട് എല്ലായിടത്തും സെയിം ലെങ്ത് ആണ്. ലെങ്ത് എടുത്ത് തന്നെ നമുക്ക് എല്ലായിടത്തും കട്ട് ചെയ്യാം. ജസ്റ്റ് താഴത്തെ സ്ക്വയർ പ്രസത്തിൻ്റെ താഴത്തെ ബേസ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഇതിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈനാണ്. ഇപ്പോൾ ഇവിടുന്ന് വെർട്ടിക്കലായിട്ട് തന്നെ വേണം ഹൈറ്റ് മാർക്ക് ചെയ്യാൻ. ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ ഐസോമെട്രിക് ലെങ്ത് വേണം മാർക്ക് ചെയ്യാം. ആദ്യം ജസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്തിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വയ്ക്കാം. ദെൻ 2 സെൻറ്റിമീറ്റർ ഐസോമെട്രിക് ലെങ്ത് എടുക്കണം. ഓക്കെ, 2 സെൻറ്റിമീറ്റർ കോമ്പസിൽ എടുക്കുക. നേരെ ഐസോമെട്രിക് ട്രയാങ്കിളിൽ പോയിട്ട് താഴത്തെ ലൈനിൽ മാർക്ക് ചെയ്യണം. ഇവിടുന്ന് ക്രോസിങ് ലൈന് പാരലായിട്ട്, ഈ ലൈൻ പാരലായിട്ട് ഇവിടെ ജോയിൻ ചെയ്യണം. മുകളിൽ കിട്ടുന്ന ലൈൻ ലെങ്ത് ആയിരിക്കും 2 സെൻറ്റിമീറ്ററിൻ്റെ ഐസോമെട്രിക് ലെങ്ത്, അല്ലെങ്കിൽ 1.82 ടൈംസ് 0.82 ടൈംസ് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്. ആ ലെങ്ത് എടുത്ത് വേണം ഇവിടെ എല്ലാം മാർക്ക് ചെയ്യാൻ. ഓക്കെ, ഇങ്ങനെ മുകളിലത്തെ പോയിൻറ്റ്സും കിട്ടി. സ്ക്വയർ പ്രിസത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ ഇപ്പോൾ കംപ്ലീറ്റ് ആവും. ദെൻ നമുക്ക് ഇനി അടുത്ത് സ്പിയർ ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ പ്രിസത്തിൻ്റെ കംപ്ലീറ്റ് ആയി. ദെൻ നെക്സ്റ്റ് സ്പിയറിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയാലും പ്രൊജക്ഷൻ ആയാലും നമുക്കറിയാം സർക്കുലർ ഷേപ്പ് ആയിരിക്കും വരുന്നത്. സ്പിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആകുമ്പോൾ ട്രൂ ലെങ്ത് എടുത്താണ് നമ്മൾ വരയ്ക്കുന്നതെന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വേണ്ടത് സ്പിയറിൻ്റെ സെൻറ്റർ ഫൈൻഡ് ഔട്ട് വേണം. സ്പിയറിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്
നമ്മുടെ ഈ കറസ്പോണ്ടിങ് പോയിന്റ്, അതായത് സ്ക്വയർ പ്രിസത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഓക്കെ, അതിവിടെ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ വരും. ദെൻ അവിടെ നിന്ന് മുകളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 30 mm ആണ്, അതായത് സ്പിയറിൻ്റെ റേഡിയസ് ആണ്. സോ ആ 30 mm ഡിസ്റ്റൻസിൽ നമുക്ക് സ്പിയറിൻ്റെ സെൻറ്റർ ഇവിടെ മാറിക്കാം. അപ്പോൾ 30 mm എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ ഐസോമെട്രിക് ട്രയാങ്കിളിൽ പോയി വരച്ച് ക്ലോസിങ് ലൈന് പാരലായിട്ട് ലെങ്ത് എടുത്ത് വേണം സ്പിയറിൻ്റെ സെൻറ്റർ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് നേരെ മുകളിലേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ആയിരിക്കും ഓക്കെ, ഇവിടെ ആയിരിക്കും സ്പിയറിൻ്റെ സെൻറ്റർ വരിക. ഇതാണ് സ്പിയറിൻ്റെ സെൻറ്റർ. ഈ സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൊജക്ഷൻ ആണെങ്കിൽ ട്രൂ ലെങ്ത് വേണം എടുക്കാൻ. അതായത് ഒറിജിനൽ റേഡിയസ് എന്താണോ ആ റേഡിയസ് തന്നെ എടുത്ത് വേണം സ്പിയറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആയിട്ടുള്ള സർക്കിൾ വരയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സെൻറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ സെൻറ്ററിൽ കൂടെ 30 mm റേഡിയസിൽ സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. റേഡിയസ് സർക്കിൾ വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഡാർക്ക് ആക്കേണ്ടതെല്ലാം ഡാർക്ക് ആക്കാം. ഈ സർക്കിളിൻ്റെ പുറയിലുള്ള പോർഷൻസ് ഡോട്ടഡ് ആയിരിക്കും, ബാക്കിയെല്ലാം നമുക്ക് ഡാർക്ക് ആക്കാം. അപ്പോൾ താഴത്തെ ബേസ് വിസിബിൾ ആയിരിക്കത്തില്ല, അപ്പോൾ ഡോട്ടഡ് ആക്കി വേണം ജോയിൻ ചെയ്യാൻ. ദെൻ സ്പിയറിൻ്റെ ബാക്കിലുള്ള ഫേസും വിസിബിൾ ആയിരിക്കത്തില്ല, അപ്പോൾ ഇവിടെ വരെ ഡാർക്ക് ആക്കിയിട്ട് ഓക്കെ, ഇത്രയും ചെയ്യുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുക. ഇനി ഡയമെൻഷനോടെ ചെയ്താൽ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആണ്. ഡയമെൻഷൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇത് ഡയമെൻഷൻ ചെയ്യുമ്പോൾ സ്പിയർ റേഡിയസ് എന്ന് പറഞ്ഞതിനെ ഡയമെൻഷൻ ശ്രദ്ധിക്കുക. അതിവിടെ ആരോ ഹെഡ് കൊടുത്തോണ്ട് SR30. പിന്നെ ഡയമെൻഷൻ ആയിട്ട് ഈ ഒരു ലെങ്ത് ഡയമെൻഷൻ ചെയ്യണം, ഈ ഒരു തിക്നെസ് 2 cm തിക്നെസ് ഡയമെൻഷൻ ആണ്. ഇത്രയും ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Okay, question number 8. Draw the isometric projection of a cylinder with 50 mm base diameter and 70 mm long axis when one of the generators is on HP. Okay, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു സിലിണ്ടർ മാത്രം, ഒരു സിലിണ്ടറിൻ്റെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിലിണ്ടർ ജനറേറ്റർ HP റെസ്റ്റ് ചെയ്യുന്നത്, അതായത് സിലിണ്ടർ നേരെ തറയിൽ കിടത്തിരിക്കുന്ന ഒരു പൊസിഷനാണ്. നോർമലി ഇരിക്കുന്ന പോലെ അപ്രൈറ്റ് പൊസിഷൻ അല്ല. ജനറേറ്ററിൽ റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സിലിണ്ടർ നേരെ റോൾ ചെയ്യുന്ന രീതിയിൽ റെസ്റ്റ് ചെയ്യുന്നൊരു പൊസിഷനാണ്. അപ്പോൾ നേരെ അതിൻ്റെ ബേസ് വെയർ വരയ്ക്കാം. ഈ ബേസ് വെയർ വരയ്ക്കാൻ വേണ്ടി അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 25ഉം ആക്സിസ് 70 ആണ്. ഓക്കെ, ഇപ്പോൾ റേഡിയസ് 25 mm താഴെ സ്പേസ് കിട്ടുന്നുണ്ട്. ഓക്കെ, എക്സലിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ബേസ് കിട്ടുന്നത് ഫ്രണ്ട് വ്യൂലാണ്, കാരണം സിലിണ്ടർ റോളിംഗ് പൊസിഷനിലാണ്, അല്ലെങ്കിൽ സിലിണ്ടർ നേരെ HP കിടക്കുന്ന ഒരു പൊസിഷനിലാണ്. അതുകൊണ്ട് ബേസ് കിട്ടുന്നത്, അതായത് സർക്കുലർ ഷേപ്പ് കിട്ടുന്ന ഫ്രണ്ട് വ്യൂലായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂ ആദ്യം വരയ്ക്കാം. ഓക്കെ, ഒരു എക്സലൈൻ റെഫറൻസ് വരച്ചു. ദെൻ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഡയമീറ്റർ 50 ആണ്. അപ്പോൾ 25 mm റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കണം. 25 mm റേഡിയസ് എടുക്കുക. 25 mm റേഡിയസിലൊരു സർക്കിൾ വരയ്ക്കുമ്പം ഇവിടെ സർക്കിൾ വരച്ചപ്പം എക്സലൈനെ ടച്ച് ചെയ്ത് വേണം ആക്ച്വലി സർക്കിൾ വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് എക്സലൈൻ കുറച്ച് മുകളിലോട്ട് മാറ്റാം, കാരണം ഇത് ഗ്രൗണ്ടിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട് എക്സലൈനെ ടച്ച് ചെയ്ത് തന്നെ ഇരിക്കണം. അപ്പോൾ നമ്മൾ റെഫറൻസ് ലൈൻ കുറച്ചുകൂടെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ എക്സലൈൻ. ഓക്കെ, ദെൻ ടോപ്പി മാർക്ക് ചെയ്യാം. ടോപ്പി എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂവിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 70 mm ലോങ് ആക്സിസ്. ഓക്കെ, അപ്പോൾ 70 mm ആണ് ടോപ്പ് വ്യൂവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ അതിൻ്റെ ലിമിറ്റ്സ് എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് കുറച്ച് താഴെ നിന്ന് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടച്ച് ചെയ്യിപ്പിച്ച് എങ്ങനെയാണെങ്കിലും എടുക്കാം. അപ്പോൾ ഒന്ന് തൽക്കാലം നമ്മൾ കുറച്ച് താഴെ നിന്നാണ് എടുക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഹൈറ്റ് നമുക്കറിയാം 70 mm. ഇപ്പോൾ താഴോട്ട് 70 mm എടുക്കാം. ഓക്കെ, ഇത് അത്യാവശ്യം വലിയൊരു സിലിണ്ടറാണ്. എന്നാണെങ്കിൽ ഇതിൻ്റെ ആക്സസ് ഇവിടെ കാണിക്കുന്ന നിർബന്ധമൊന്നുമില്ല, കാരണം ഐസോമെട്രിക് പ്രൊജക്ഷനാണ് വരയ്ക്കുന്നത്. ആക്സസ് കാണാനൊന്നുമില്ല. ഇതിന് ശരിക്കും ഫ്രണ്ട് ടോപ്പി വരയ്ക്കണമെന്നില്ല, ഡയറക്റ്റ് ഐസോമെട്രിക് പ്രൊജക്ഷൻ വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. പക്ഷേ എന്നാലും എവിടെയെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഫുൾ മാർക്സ് പോകും. ഇതാകുമ്പോൾ നമ്മുടെ ഒരു ബേസ് കറിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട് ടോപ്പിൻ്റെ മാർക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, then നമുക്ക് ഇതിൻ്റെ നേരെ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാം. ഫസ്റ്റിൽ നമ്മൾ ബോക്സ് മെത്തേഡാണ് യൂസ് ചെയ്യുക. നമുക്കറിയാം ഫ്രണ്ട് വ്യൂലാണ് സർക്കിൾ. ഓക്കെ, അപ്പോൾ അതിനൊരു ബോക്സിലാക്കുക. ഇതിനൊരു നെയിം കൊടുത്ത് 1 2 3 4. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 1 2 2 3 3 4 4 1 ഈ എല്ലാ ലൈൻസും നേരത്തെ ക്വസ്റ്റ്യനിലെ പോലെ ഹൊറിസോണ്ടൽ ലൈൻസ് അല്ല. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം 1 2 ഹൊറിസോണ്ടലാണ്, 3 4 ഹൊറിസോണ്ടലാണ്. കാരണം ഇത് റോളിംഗ് ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഒരു സിലിണ്ടറാണ്. ഓക്കെ, ഈ കേസിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ 1 2 2 3 3 4 4 1 ഈ 4 ലൈൻസും ഇതുവരെ നമ്മൾ വരച്ച പോലെ ഹൊറിസോണ്ടൽ ലൈൻസ് അല്ല. കാരണം സിലിണ്ടർ റോളിംഗ് പൊസിഷനിൽ കിടക്കുകയാണ്. അപ്പോൾ 1 2 3 4 മാത്രമാണ് ഹൊറിസോണ്ടൽ ആവുക, 2 3 1 4 വെർട്ടിക്കലാണ്. അപ്പോൾ ഐസോമെട്രിക് ഡ്രോയിങ്സ് വരയ്ക്കുമ്പോൾ അപ്പോൾ വെർട്ടിക്കൽ ലൈൻസ് വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കണം. നേരത്തെ പോലെ രണ്ട് സൈഡിലേക്ക് 30 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളതിനെ ബോക്സിലാക്കി ദെൻ നമുക്ക് ഡ്രോയിങ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമുക്ക് ഐസോമെട്രിക് സ്കെയിലൂടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഐസോമെട്രിക് സ്കെയിൽ നമുക്ക് താഴെ കൺസ്ട്രക്ട് ചെയ്യാം. മാക്സിമം നമുക്ക് വേണ്ട ലെങ്ത് എന്തായാലും സിലിണ്ടറിൻ്റെ ഹൈറ്റ് അതായത് 70 mm ആയിരിക്കും. അപ്പോൾ 70 mm വെച്ച് തന്നെ നമുക്ക് ഐസോമെട്രിക് ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാം. നേരത്തെ അതുപോലെ തന്നെ 70 എടുക്കുക. ഒരു 70 mm ലൈൻ വരച്ചു. then അതിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് 15 ഡിഗ്രി, then ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 45 ഡിഗ്രി. അതാണ് ഐസോമെട്രിക് സ്കെയിൽ അല്ലെങ്കിൽ ഐസോമെട്രിക് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നേരെ ഇനി ഫസ്റ്റ് ബോക്സ് 1 2 3 4 എന്നുള്ള 1 2 2 3 3 4 4 1 ഈ ലൈൻസിൻ്റെ എല്ലാം ലെങ്ത് സെയിം ആയിരിക്കും. കാരണം സർക്കിളാണ്, സർക്കിൾ എൻക്ലോസ് ചെയ്യുന്ന ബോക്സ് ആയതുകൊണ്ട് ഈ ലൈനിൻ്റെ ലെങ്ത് എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആ ഒരു ബോക്സ് വരയ്ക്കാം. ഫസ്റ്റ് 1 2 ലെങ്ത് ഓപ്പോസിറ്റ് എടുക്കുക. 1 2 എന്നുള്ള ലൈൻ ഹൊറിസോണ്ടൽ ലൈനാണ്, അപ്പോൾ 30 ഡിഗ്രി എടുത്ത് വേണം വരയ്ക്കാൻ. നേരെ ഐസോമെട്രിക് ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഐസോമെട്രിക് സ്കെയിലിൽ താഴെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ക്ലോസിങ് ലൈന് പാരലായിട്ട് ക്ലോസ് ചെയ്യുക. ഈ ലെങ്ത് ആണ് സർക്കിളിനെ എൻക്ലോസ് ചെയ്യുന്ന ബോക്സിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് 1 എന്നുള്ളൊരു പോയിന്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം 1 2 എന്നുള്ള ലൈൻ നമുക്കറിയാം ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ 1 2 എന്നുള്ള ലൈൻ നമുക്ക് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വരയ്ക്കാം. ഓക്കെ, 1 2 എന്നുള്ള ലൈൻ 30 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്തു. അതിനകത്ത് 1 2ൻ്റെ ലെങ്ത് വെച്ച് കട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് 1 2. ഇനി നമുക്കറിയാം 1 4 എന്നുള്ള ലൈൻ വെർട്ടിക്കൽ ലൈനാണ്. ഓക്കെ, അത് നമുക്ക് വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ 1 4 വെർട്ടിക്കലാണ്, 2 3 വെർട്ടിക്കലാണ്. അപ്പോൾ രണ്ടിടത്തും നമുക്ക് 2 വെർട്ടിക്കൽ ലൈൻസ് വരച്ചിടാം. ഈ ലൈൻസിൻ്റെ എല്ലാം ലെങ്ത് സെയിം ആണ്, കാരണം ഒരു സർക്കിളിനെ എൻക്ലോസ് ചെയ്യുന്ന ഫിഗേഴ്സാണ് അല്ലെങ്കിൽ സ്ക്വയറാണ്. ലെങ്ത് സെയിം ആയിരിക്കും. ഇപ്പോൾ 1
4ൻ്റെ ലെങ്ത് ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 4 കിട്ടും. അത് 2ൽ അത് മാർക്ക് ചെയ്താൽ 3 കിട്ടും. ഓക്കെ, ഫസ്റ്റ് ബോക്സ് കംപ്ലീറ്റ് ആയി. 1 2 3 4 എന്നുള്ള ബോക്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അടുത്ത വരയ്ക്കേണ്ട ലൈൻ, അത് ഇവിടുത്തെ ഈ ലൈനാണ് അടുത്ത് വരയ്ക്കേണ്ടത്. ഈ ലൈൻസുകളെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഹൊറിസോണ്ടൽ ലൈൻസാണ്. കാരണം നമ്മൾ സിലിണ്ടർ ജനറേറ്ററിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമുക്ക് ഈ ഫിഗറിൽ വെർട്ടിക്കലായിട്ട് തോന്നുമെങ്കിൽ ഈ ലൈൻസൊക്കെ എന്താണ്, ഹൊറിസോണ്ടൽ ലൈൻസാണ്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈൻസ് 30 ഡിഗ്രി ഇൻക്ലൈൻഡ് ആക്കി വേണം വരയ്ക്കാൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1ൽ നിന്ന് ഇതെന്തായിരിക്കും, ഇത് 1 ഡാഷും വേറെ പോയിൻ്റ് ആയിരിക്കില്ല. അപ്പോൾ ഈ ലൈൻ വരയ്ക്കണമെങ്കിൽ 1ൽ നിന്ന് 30 ഡിഗ്രി എടുത്ത് വേണം അടുത്ത ലൈൻ വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടുന്ന് ഒരു 30 ഡിഗ്രി ലൈൻ മാർക്ക് ചെയ്യാം. നമ്മൾ 30 ഡിഗ്രി ലൈൻ വരച്ചു. നമുക്കിനി ഇതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് വേണം. ആക്ച്വലി 70 mm ആണ് ഇതിൻ്റെ ഐസോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ താഴെ കൺസ്ട്രക്ട് ചെയ്ത ട്രയാങ്കിളും മാക്സിമം, അതായത് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 70 ആണ്. അപ്പോൾ ഈ മുകളിൽ കിട്ടിയ ലെങ്ത് ആയിരിക്കും 70യുടെ ഐസോമെട്രിക് ലെങ്ത്. അപ്പോൾ ആ ലെങ്ത് കോമ്പസിൽ എടുക്കുക. നമ്മളിവിടെ വരച്ച 30 ഡിഗ്രി ലൈനിൽ കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് നമുക്ക് അടുത്ത പോയിൻറ്റിൻ്റെ അടുത്ത ബോക്സിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് കിട്ടും. തന്നെ അതുപോലെ ഇതിന് പാരലായിട്ട് ഈ 4 പോയിൻറ്റ്സ് ചെയ്യും, 1 2 3 4 എന്നുള്ള 4 പോയിൻറ്റ്സ് ചെയ്യുന്നു. ഇതിന് പാരലായിട്ട് ലൈൻസ് വരയ്ക്കണം, അതായത് 30 ഡിഗ്രി ലൈൻസ് വരയ്ക്കണം. നാലെടുത്തും സെയിം ലെങ്ത് തന്നെയാണ്. സെയിം ലെങ്ത് എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. നാല് പോയിൻറ്റ്സ് നമുക്ക് അവിടെയും കിട്ടി. ഇപ്പോൾ നമ്മുടെ 2 ബോക്സും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബോക്സ് മാത്രം കംപ്ലീറ്റ് ചെയ്തുള്ളൂ. ആക്ച്വലി നമുക്ക് സർക്കിളിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ വ്യൂ സർക്കിളാണ്. അപ്പോൾ സർക്കിളിൻ്റെ ഐസോമെട്രിക് വ്യൂ ആയാലും പ്രൊജക്ഷൻ ആയാലും നമുക്കറിയാം എലിപ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ 2 ബോക്സിൽ നമ്മളിനി എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യണം. എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാം, 4 സെൻറ്റർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 4 സെൻറ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എലിപ്സ് വരയ്ക്കാം. അതിന് വേണ്ടി നേരെ ഒരു മേജർ ഡയഗണൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈൻ ടോട്ടൽ (42 mm) ഉണ്ട്. ഇപ്പോൾ ഒരു 21 വെച്ചിട്ട് ഹാഫ് എടുക്കാം. ആദ്യം ജസ്റ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മിഡ് പോയിൻ്റ് അത് മാർക്ക് ചെയ്തിടാം. ഓക്കെ, 4 മിഡ് പോയിൻറ്റും മാർക്ക് ചെയ്തു. ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 സെൻറ്റേഴ്സ് കിട്ടി. 4 സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നറിയാം. ഇതൊന്ന് ദിസ് വൺ, ഇതാണ് 4 സെൻറ്റേഴ്സ്. ഈ 4 സെൻറ്റേഴ്സും വെച്ചിട്ട് നമുക്ക് എലിപ്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് സെൻറ്റർ എടുക്കുക, മിഡ് പോയിൻ്റുള്ള ലെങ്ത് കോമ്പസിൽ എടുക്കുക. ഇവിടുന്ന് അപ്പുറത്തെ സെൻറ്റർ വരെ, സെക്കൻഡ് സെൻറ്റർ,
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോക്സിലെ എലിപ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്ത കേസിലും ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഒരു മേജർ ഡയഗണൽ ജോയിൻ ചെയ്യാം. ദെൻ ഓക്കെ, ഇപ്പോൾ രണ്ട് കേസിലെയും എലിപ്സ് വരച്ച് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ട് സർക്കിളിലും ജസ്റ്റ് ടാൻജൻറ്റ് വരയ്ക്കാം. ശരിക്കും വരയ്ക്കുമ്പോൾ ഈ ഒരു ഫേസ് ഡോട്ടഡ് ആയിട്ട് വേണം വരയ്ക്കാൻ, കാരണം വിസിബിൾ അല്ല. ഇത് ഈ ബേസ് വിസിബിൾ ആയിട്ട് എടുക്കുക, ഇതിൻ്റെ എക്സ്റ്റീരിയർ പോർഷൻ വിസിബിൾ ആക്കുക, ദെൻ അകത്തെ ഡോട്ടഡ് ആക്കുക. ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് ആക്സിസ് നൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആകുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 4 വരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. നെക്സ്റ്റ് വീഡിയോയിൽ മൊഡ്യൂൾ 5 2 ക്വസ്റ്റ്യൻസ് കൂടെ റിമൈനിങ് ഉണ്ട്, അത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.